പഹൽഗാമിലുണ്ടായ ആക്രമണം ഇതേക്കുറിച്ച് പല ഭാഗത്തുനിന്നും പല രീതിയിലാണ് വിമർശനങ്ങളും അതുപോലെ തന്നെ അതിനോട് യോജിച്ചുകൊണ്ടുള്ള നിലപാടും വരുന്നത്. ഇപ്പോൾ ഒവൈസി എന്ന് പറയുന്ന ജനപ്രതിനിധി പറയുന്നു ഇത് ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ വീഴ്ചയാണെന്ന്. മറ്റൊരു ചാനൽ ഇവിടെ നിന്ന് വെച്ച് പറയുന്നു ഇത് സാധാരണ ഇലക്ഷൻ അടുക്കാറുള്ളപ്പോൾ NDA സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ്, കൃത്രിമമായിട്ടൊരു സംഘർഷം പോലെ സൃഷ്ടിക്കുന്നതെന്ന്. അപ്പോൾ ഒരു കൂട്ടം ആളുകളെ മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുകയാണ് സംഭവിച്ചേക്കുന്നത്. എന്നിട്ട് പോലും അതിനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരിക്കും? എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇവരുന്നയിച്ചിട്ടുണ്ട്. പുൽവാമ വന്ന സമയത്തും ഉറി ആക്രമണം വന്ന സമയത്തുമൊക്കെ ഇവരുടെ ആരോപണം എന്തായിരുന്നു? അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മോഡി സർക്കാർ തന്നെ ഉണ്ടാക്കിയ ആക്രമണമാണ് എന്നായിരുന്നു. സുരക്ഷാ ഏജൻസികൾ, അതായത് പട്ടാളത്തെ പോലും അവർ വിശ്വസിക്കാതെ പാകിസ്ഥാനോ അതേപോലുള്ള മുസ്ലിം രാജ്യങ്ങൾ ഈ ഇന്ത്യയുടെ ശത്രുക്കൾ എന്തു പറയുന്നോ അത് ഏറ്റുപിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വായ്ത്താരിയായിട്ടാണ് ഇവരിവിടെ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. പുൽവാമ ആക്രമണം നടന്ന സമയത്ത് ഇന്ത്യ ക്രിയേറ്റ് ചെയ്ത ആക്രമണമാണെന്ന് പറഞ്ഞിരുന്നു. അതെ, അതേപോലെ ഉറി സംഭവത്തിലും ഇന്ത്യ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിരുന്നു. ഇത് ആസൂത്രിതമാണ് ഇത്തരം പ്രചരണം. ഇവരൊരു കാലത്തും ഇന്ത്യയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നവരല്ല. ഇന്ത്യൻ പട്ടാളത്തെ അവർ വിശ്വസിക്കുന്നില്ല, ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ ഇവർ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഇന്ത്യയുടെ ഒരു സ്ഥാപനങ്ങളോടും വിശ്വാസമില്ല. അവർക്ക് അനുകൂലമായിട്ട് എപ്പോഴാണോ വരുന്നത് അപ്പോൾ മാത്രമാണ് കോടതിയെ പോലും അവർക്ക് വിശ്വാസമുള്ളൂ. ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ വിശ്വസിക്കുന്നത് ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ എപ്പോഴെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ മാത്രമാണ് അതിനെ അവർ അനുകൂലിക്കുന്നുള്ളൂ. അപ്പോൾ ആസൂത്രിതമാണ് ഇത്തരം പ്രചരണം. ആർക്ക് വേണമെങ്കിലും പറയാം ഇൻ്റലിജൻസ് വീഴ്ചയാണെന്ന്. കാരണം ഇൻ്റലിജൻസുകാർക്ക് എപ്പോഴും അവർ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മുടെ രാജ്യത്ത്. അവരുടെ പണി കഴിഞ്ഞു. അതോടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു സംശയം ഉണ്ടായാൽ ഉടനെ തന്നെ റിപ്പോർട്ട് അയക്കലാണ്. പക്ഷേ ഇത്തരം റിപ്പോർട്ടുകൾ ദിവസേന വരുന്നുണ്ട്. ദിവസേന ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സെക്ഷനിലും ലഭിക്കും. പക്ഷേ കരുതിക്കൂട്ടി ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ, സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ ആർക്കാണ് സാധിക്കാത്തത്? അപ്പോൾ അക്രമത്തെയല്ല ഇവർ ഈ പറയുന്ന ആവേശത്തോടെ മോഡി ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ഏജൻസികളെയോ കുറ്റപ്പെടുത്തുന്ന ആവേശത്തോടെ അക്രമികളെ ഇവർ കുറ്റപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ നമ്മളെപ്പോഴെങ്കിലും? ഇല്ല. അക്രമികളെയും അക്രമത്തെയും കുറ്റപ്പെടുത്തില്ല. ആ അക്രമത്തിന് പിന്നിലുള്ള പ്രത്യയശാസ്ത്രത്തെ ഇവർ കുറ്റപ്പെടുത്തില്ല. അവർ കുറ്റപ്പെടുത്തുന്നത്, അവർ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ തക്ക രീതിയിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസികളെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മനുഷ്യത്വരഹിതമാണ് ഇവരുടെ നിലപാട്, രാജ്യവിരുദ്ധമാണ് ഇവരുടെ നിലപാട്. ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടാണ്. ഒരു ചാനൽ ചർച്ചയിൽ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് ജേർണലിസ്റ്റുകളായിരിക്കും? അപ്പോൾ അത് പാകിസ്ഥാന്റെ വാദമാണെന്നേ. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണിത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടെന്താണ്, നിലപാടെന്താണ് ഇത്തരം കാര്യങ്ങളിൽ? ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയാണ് ഈ അടുത്ത ദിവസം ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിത മേഖലയായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ സുരക്ഷിത മേഖല എന്ന് പറയുന്ന വിമാനത്താവളം. ആ വിമാനത്താവളത്തിനെതിരെ പ്രകടനം നടത്തിയിട്ട് അവിടെ ഹമാസിന്റെയും IS-ന്റെയും അതുപോലുള്ള തീവ്രവാദികളുടെ ഫോട്ടോ വെച്ച് പ്രകടനം നടത്തിയ ആളുകളാണ്. ബ്രദർഹുഡിന്റെ സ്ഥാപകൻ സയ്യിദ് ഖുത്ബിന്റെ ചിത്രമിടും. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവർ താലിബാൻ വിസ്മയമായിട്ട് പ്രകീർത്തിച്ചവരാണ്. അവർക്ക് ഇസ്ലാമിക ഭീകരവാദത്തെ, ഹമാസിനെ അല്ല, അതുപോലുള്ള ഹമാസ് മാത്രമല്ല അതുപോലുള്ള ഒട്ടനവധി ഭീകര പ്രസ്ഥാനങ്ങളെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ആ ചാനൽ. അവരതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയുമോ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഭീകരവാദികളെ സഹായിക്കുകയാണ്. ഇസ്ലാമിക ഭീകരവാദികളെ സഹായിച്ചുകൊണ്ട് ഈ കൊലയാളികൾക്ക് ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നവരൊക്കെ എടുക്കുന്നത്. മതമാണ് അടിസ്ഥാന പ്രശ്നം. അതിനെ നമ്മൾ കണ്ണടച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ പറയുന്നവർക്കൊന്നും ഇനി അതല്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധ്യമല്ല. എത്ര വെള്ളപൂശിയാലും അത് വെളുപ്പിച്ചെടുക്കാൻ സാധ്യമല്ല. ഈ കുട്ടികൾ എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രതീകമാണെന്നാണ് പറയപ്പെടുന്നത്. ചേട്ടൻ ഇപ്പോൾ ഈ കുട്ടികൾ പറയുന്ന ചില കാര്യങ്ങളൊന്ന് കേൾക്കണം.
10-15 मिनट में वो आतंकवादी आ गए। एक ने बोला कि मुसलमान अलग हो जाओ और हिंदू अलग हो जाओ। ഈ പറയുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ സംഭവം നേരിട്ട് കണ്ട അല്ലെങ്കിൽ അത് നേരിട്ട് അനുഭവിച്ച ഒരു ചെറിയ കുട്ടിയുടെ എക്സ്പീരിയൻസ് അല്ലേ ഈ വെളിവാക്കിയേ? തീർച്ചയാണല്ലോ. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടി പറയുമ്പോൾ നമുക്കറിയാം ആ കുട്ടി കണ്ട കാര്യങ്ങൾ തുറന്നങ്ങ് പറയുകയാണ്, നടന്ന സംഭവങ്ങൾ അങ്ങനെ പറയുകയാണ്. അതെ, ഒരു കള്ളവുമില്ല. ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കള്ളവുമില്ലാതെ അവർ പറയുന്ന കാര്യമാണ്. മതമാണ് അടിസ്ഥാന പ്രശ്നം. അത് ആർക്കാണ് അറിയാത്തത്? ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മതം നോക്കി ജീവിക്കുന്ന ആളുകൾ, മതത്തിൻ്റെ ആ തത്വശാസ്ത്രം അനുസരിച്ച് മതത്തിൽ അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം അനുസരിച്ച് ജീവിക്കണമെന്ന് വാശി പിടിക്കുന്ന അതിലൊരു വിഭാഗം ആളുകൾ, അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതിലെല്ലാവരെയും അങ്ങനെ ജീവിക്കുന്നവരാണെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് എല്ലാ മുസ്ലിങ്ങളും എങ്കിൽ ഈ നാട്ടിൽ മറ്റുള്ളവർക്ക് ജീവിക്കാനേ പറ്റുമായിരുന്നില്ല. ഖുർആൻ അതവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ബാക്കിയുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാമെന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. എന്നാൽ അതല്ല, ഇതനുസരിച്ചേ ജീവിക്കാവൂ എന്ന് വാശി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൊച്ചുകുട്ടി പറയുന്ന വാക്കുകളൊന്ന് കേട്ടിരുന്നെങ്കിൽ ഇവർക്ക് പറയാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഒരു മതം ചോദിച്ചല്ല അക്രമം നടത്തിയത്, അഥവാ അങ്ങനെ ആണെങ്കിൽ പോലും അതൊക്കെ ഇങ്ങനെ പുറത്ത് പറഞ്ഞ് ചർച്ചയാക്കാമോ എന്ന് സംസാരിക്കുന്ന ആളുകൾ വരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ സജീവമാണ്. 10-15 मिनट में वो आतंकवादी आ गए। एक ने बोला कि मुसलमान अलग हो जाओ और हिंदू अलग हो जाओ। അല്ല, ഇതിനകത്ത് ഇത്തരം വാദഗതികൾ കൊണ്ടുവന്ന് ഈ വസ്തുതകളെ മറച്ചു വെക്കാനാവില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായാലും മറ്റേ ആരായാലും ശരി, ഇത്തരം കാര്യങ്ങളെ മറച്ചു വെക്കാനാവില്ല. കാരണം ഇതിനകം തന്നെ ഇപ്പോൾ രാമേന്ദ്രൻ്റെ മകളും പറഞ്ഞു, കലിമ ചൊല്ലാൻ പറഞ്ഞു. കലിമ ചൊല്ലാൻ പറഞ്ഞു. അത് മാത്രമല്ല, രാമേന്ദ്രൻ്റെ മകൾ ഒരു വർഗീയവാദിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടി, രാമേന്ദ്രൻ്റെ മകൾ ആരതി, പത്രക്കാരോട് പറയുമ്പോൾ അവർ താങ്ക്സ് പറയുന്ന 2 മുസ്ലിം ചെറുപ്പക്കാർക്കാണ്. അവരുടെ ഡ്രൈവർമാരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ, മുസാഫിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതേപോലെ സമീർ, അതായത് കുറച്ച് അകലെയായിരുന്നു അവർ നിന്നെ അല്ലേ, ഫോണിൽ വിളിച്ചു. അവരാണ് ഈ കുട്ടിയെ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, പോസ്റ്റ്മോർട്ടം, അതേപോലെ എൻക്വയറി, മഹസർ തയ്യാറാക്കാൻ, ഇതേപോലുള്ള കാര്യങ്ങളിൽ മുഴുവൻ 2 സഹോദരങ്ങളെ പോലെ എൻ്റെ കൂടെ നടന്നത് അവരാണ്. എൻ്റെ 2 സഹോദരന്മാരാണ് കാശ്മീരിലെ എന്ന് പത്രക്കാരോട് പറഞ്ഞത് ഈ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് യാതൊരു വർഗീയ മനോഭാവമില്ല. പക്ഷെ ആ കുട്ടി പറഞ്ഞത് എന്താ? കലിമ ചൊല്ലാൻ പറഞ്ഞു അച്ഛനോട്. അച്ഛനറിയില്ല, അച്ഛനെ വെടിവെച്ച് കൊന്നു. ഇങ്ങനെ പച്ചയ്ക്ക് നമ്മുടെ കൺമുമ്പിലുള്ളപ്പോൾ ഇതിനെ മതഭീകരവാദം എന്നല്ലാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊല നടന്നതെന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ അത് പറയാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് എം.വി. ഗോവിന്ദൻ അത് പറയാൻ മടിക്കുന്നത്? മതമാണ് പ്രശ്നം എന്ന് ലീഗിൻ്റെ നേതാവിൻ്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. മതം തന്നെയാണ് പ്രശ്നം. അത് പച്ചയ്ക്ക് പറയാൻ എന്താ ഇവർ മടിക്കുന്നത്? ഇപ്പോൾ ടി.എൻ. പ്രതാപൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ടി.എൻ. പ്രതാപൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് മധ്യപ്രദേശിലോ മറ്റോ അവിടെ ഈ ഈസ്റ്റർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ആഘോഷം നടന്നപ്പോൾ അവിടെ എന്തോ ബജ്രംഗ് ദളിൻ്റെയോ ഏതോ പ്രവർത്തകർ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി. ടി.എൻ. പ്രതാപൻ്റെ പോസ്റ്റ് ഹിന്ദുത്വ ഭീകരർ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ്. ഹിന്ദുത്വ ഭീകരരാണ്. എന്ത് ടി.എൻ. പ്രതാപന് ഈ കാശ്മീരിലെ ഭീകരന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ഭീകരർ എന്ന് പറയാൻ നാവുകൊണ്ടുന്നില്ല. അത് ടി.എൻ. പ്രതാപൻ അറിയാത്തതുകൊണ്ടായിരിക്കും അല്ലേ അവിടെ സംഭവം. അവിടെ അതറിയില്ല. മതം ചോദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നും, പാൻറ് നോക്കിയിട്ട് കൊലപ്പെടുത്തിയതാണെന്നും, കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് കൊലപ്പെടുത്തിയതാണെന്നും, പേര് ചോദിച്ചിട്ട് ഹിന്ദുവാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് അറിയാത്ത രാഷ്ട്രീയ നേതാവാണ് ടി.എൻ. പ്രതാപൻ. ഈ കാപട്യമാണ് തുറന്നു കാണിക്കേണ്ടത്. ഈ കാപട്യത്തോടാണ് ജനങ്ങൾ പ്രതികരിക്കേണ്ടത്. യാഥാർത്ഥ്യം എന്താണ് എന്ന് കൺമുമ്പിൽ ഇരിക്കെ ഇത് പറയാൻ എന്തുകൊണ്ടാണ് ഇവർ മടിക്കുന്നത്? ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ടാണ് മടി? ഇവർ ഹിന്ദുത്വ ഭീകരവാദം, ഹിന്ദുത്വ ഭീകരർ എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദം എന്ന് പച്ചയ്ക്ക് അത് പറയാൻ തയ്യാറായത് ശശി തരൂരാണ്. ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശശി തരൂർ പറഞ്ഞു ഇസ്ലാമിക് ടെററിസ്റ്റ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന സതീശന് 10 വോട്ടിന് വേണ്ടി ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാനും അതിനെ മറച്ചു വെക്കാനും ശ്രമിക്കുന്ന രാഷ്ട്രീയ കാപട്യം, ആ കാപട്യത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല.
അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും മതം ചോദിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. കുറേ പേര് പറയുന്നത് അങ്ങനെ ചോദിച്ചിട്ടില്ല, ഇനി അഥവാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചർച്ച കൊണ്ടുപോകേണ്ട. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചാടി വീഴുന്ന ബുദ്ധിജീവികളെയോ സാംസ്കാരിക നായകരെയോ ഇതുവരെ നമ്മൾ കണ്ടിട്ടുമില്ലല്ലോ. അപ്പോൾ ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഇവിടെ ഒരു സാംസ്കാരിക നായകരുണ്ടോ? സാംസ്കാരിക നായകന്മാർ അവർ ജീവിച്ചിരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവർ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആരുടെങ്കിലും ഭാഗത്തു നിന്ന് നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും സ്ഥാപനത്തിനോ ആളുകൾക്കോ നേരെ ആക്രമണം ഉണ്ടാകുമ്പോഴേ സാംസ്കാരിക ആളുകൾക്ക് ജീവൻ വയ്ക്കൂ. പക്ഷെ ഇതൊരു വലിയ സംഭവമല്ലേ? അത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംഭവമൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സംഭവം എന്താണ്? ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് കല്ലെറിയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം. ഒരു മുസ്ലിം മറ്റേ മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് എന്തോ 4 പേര് കൂടി തല്ലിയാൽ അത് വലിയ സംഭവമാണ്. 28 പേരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തി വെടിവെച്ച് കൊല്ലുന്നത് ഇവർക്ക് വലിയ സംഭവമല്ല. അപ്പോൾ ഇവർക്ക് എന്ത് ദേശസ്നേഹമാണ്? ഇവർക്ക് ആരാ ദേശസ്നേഹം കൊണ്ടെന്ന് പറയുന്നത്? അവർക്ക് കാശ് പോരും, അവാർഡ് കിട്ടും, കാശ് കിട്ടും. കാശിനും അവാർഡിനും വേണ്ടിയിട്ടല്ലേ ഇവരൊക്കെ അഭിപ്രായം പറയുന്നത്? ഇവർ ദേശസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അഭിപ്രായം പറയുന്നത്? ദേശസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ രാജ്യത്തോടൊപ്പം അണിനിരക്കാനായിട്ടും ഈ പറയുന്ന മതതീവ്രവാദത്തെ തള്ളിപ്പറയാനായിട്ടും അവർക്ക് സാധിക്കണ്ടേ? അവരെ ആരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? രാജ്യം അപകടത്തിലാകുന്ന സമയത്ത് ഇവരാരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അടിയന്തരാവസ്ഥയുടെ ഒക്കെ മൂർധന്യാവസ്ഥയിലാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന, പത്രക്കാരെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ സംബന്ധിച്ച് LK അദ്വാനി പറഞ്ഞത്. കുനിയാൻ പറഞ്ഞപ്പോൾ അവർ മുട്ടിലഴഞ്ഞു എന്ന്. ഈ പറയുന്ന ആളുകളൊക്കെ 10, അതായത് തുട്ടിൻ്റെ പുറകിൽ 10 തുട്ട് എവിടെ കിട്ടുന്നോ അതിൻ്റെ പുറകിൽ നടക്കുന്നവരല്ലാത്ത ഏത് സാംസ്കാരിക നായരുള്ളത്? സർക്കാരിൻ്റെ അവാർഡിനെ പ്രതീക്ഷിച്ച് അഭിപ്രായം പറയുന്നവരല്ലാതെ ഏത് സാംസ്കാരിക നായകരാണ് ഉള്ളത്? യാഥാർത്ഥ്യത്തെ അതിൻ്റെ ശരിയായ ദൃഷ്ടിയിൽ തുറന്നു പറയാൻ തയ്യാറാവുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ? ഈ കാപട്യമാണ്. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വിഷയം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ ഈ വിഷയം കാരണമാകുമെങ്കിൽ അത് അത്രത്തോളം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.